ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 502 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 502 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മാലിന്യം വഴിയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ, വൃത്തിയായിട്ടിരിക്കുന്നുണ്ടോ എന്ന കാര്യമാണ്. അത് മാത്രമേ നോക്കാറുള്ളൂ. ചെറുപുഴ ടൗൺ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ പറഞ്ഞു 160 ബിന്ന് വെച്ചു, 160 ബോട്ടിൽ ബൂത്ത് വെച്ചു, 28 ബിന്ന് വെച്ചു അല്ലെ. ബിന്നിന്റെ എണ്ണം കുറച്ചുകൂടി കൂട്ടണം. ബോട്ടിൽ ബൂത്തിന്റെ എണ്ണം മതിയായ എണ്ണം വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 160 എന്ന് പറഞ്ഞാൽ മോശമല്ല. എത്ര വാർഡുണ്ട്? 12 വാർഡ്. ഒട്ടും മോശമല്ല. ആവശ്യത്തിന് ബോട്ടൽ ബൂത്ത് വെച്ചിട്ടുണ്ട്. ബിന്ന് ചെറുപുഴ ടൗണിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം ബിന്നെ വെക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഈ ശീലം വന്നിട്ടില്ല. ലോകത്തെല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും ഉള്ള ശീലമാണ് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തു കാണുന്നിടത്ത് വലിച്ചെറിയാതിരിക്കുക, അത് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക എന്നാണ്. ഒന്നും കൊടുക്കരുത്. ഒന്നുകിൽ പുസ്തകം കൊടുക്കാം, അല്ലെങ്കിൽ ബഡ് സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം കൊടുക്കാം. ഇത് രണ്ടുമല്ലാതെ ഒന്നും കൊടുക്കരുതെന്ന് സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അത് ഇവിടുത്തെ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. സെക്രട്ടറിയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയോ ശ്രദ്ധിക്കേണ്ട കാര്യം. സർക്കാർ ഉത്തരവ് വായിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഒരു ഉത്തരവ് നിലവിലുണ്ട്. അപ്പൊ ആ കാര്യം കൂടി ഓർമ്മ. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ സ്വാഗതം പറഞ്ഞു. 502 വീടുകളില് 81 വീടുകള് ഞങ്ങൾക്ക് മുന്നിലുള്ള ഭരണസമിതി കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ഭരണം ഒരു തുടർച്ചയാണ്. അവർ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിന്റെ തുടർച്ചയായി ഞങ്ങൾ ഏറ്റെടുത്ത പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് 421 വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതുകൊണ്ട് പൂർത്തിയായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള 27 പേർക്ക് കൂടി വീട് കൊടുക്കേണ്ടതുണ്ട്. അതിൽ 7 പേര് ഭൂമി കണ്ടെത്തി കഴിഞ്ഞു. പഞ്ചായത്തിന്റെ വളരെ ചെറിയ സാമ്പത്തിക സഹായത്തോടെ 7 പേര് ഭൂമി കണ്ടെത്തി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 20 കുടുംബങ്ങളാണ്. ആ 20 കുടുംബങ്ങൾക്ക് കൂടി സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ സമ്പൂർണ്ണ പാർപ്പിടമുള്ള പഞ്ചായത്തായി ചെറുപുഴയെ പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. എല്ലാ രംഗത്തും ചെറുപുഴ മാതൃകയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഇത്രയും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് ഭരണം നമ്മുടെ ജില്ലയിൽ തന്നെ അപൂർവമാണ് എന്നത് അഭിമാനത്തോടു കൂടി ചെറുപുഴക്കാർക്ക് പറയാം. രാഷ്ട്രീയത്തിന്റെ ഒരു വേലിക്കെട്ടുകളുമില്ലാതെ അലക്സാണ്ടർ മാഷ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാരിച്ച മാഷ് പ്രസിഡന്റും രജി പുളിക്കൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള 19 അംഗ പഞ്ചായത്ത് ഭരണ സമിതി, അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഭരണ നേതൃത്വമാണ്. ആ വലിയ കൂട്ടായ്മയെ അവരൊരു ടീമായി കൊണ്ട് നടക്കാൻ ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന വിജയം നേടുന്നതിന് വഴിയൊരുക്കിയിട്ടുള്ളത്. ചെറുപുഴ പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ CK രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദാമോദരൻ മാസ്റ്റർ, LSGD കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ TJ അരുൺ, KD അഗസ്റ്റിൻ, KR ചന്ദ്രകാന്ത്, TP ചന്ദ്രൻ, ജോയിസ് പുത്തമ്പുര, ജോസഫ് മുള്ളമ്മട, PJ ഷാജഹാൻ, സന്തോഷ് കൊട്ടാരത്തിൽ, MD സുരേഷ്, J സെബാസ്റ്റ്യൻ, സുലേഖ വിജയൻ, മധു എന്നിവർ പ്രസംഗിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തുവാനെത്തിയ മന്ത്രിയെ ചെണ്ടമേളത്തിന്റെയും മുത്തുക്കടുകളുടെയും അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. ഉപജീവന മാർഗവും ഉറപ്പാക്കുന്ന പുനരധിവാസ പദ്ധതി ലൈഫ് സുരക്ഷയുടെ കമ്പനി സുഗമമായി പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ. മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു.
കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.